കഴിഞ്ഞ മാസം കാണാതായ മലയാളി സൈനികനെ കണ്ടെത്തി. കോഴിക്കോട് എലത്തൂർ സ്വദേശിയായ വിഷ്ണുവിനെ ബംഗളൂരുവിൽ നിന്നാണ് കണ്ടെത്തിയത്. കൂടുതൽ വിവരങ്ങൾ നൽകാനായി രാഹുൽ KV ചേരുന്നുണ്ട്. രാഹുൽ, ഈ വിഷ്ണുവിനെ കാണാതായി വലിയ ആശങ്കയിലായിരുന്നു ആ നാട്. കേരളത്തിൽ നിന്നുള്ള അന്വേഷണ സംഘം പൂനെ വരെ എത്തിയിരുന്നു. ഇപ്പോൾ വിഷ്ണുവിനെ കണ്ടെത്തി എന്നുള്ള ഒരു ആശ്വാസ വാർത്ത എത്തുകയാണ്. പക്ഷെ ഇത്രയും നാൾ വിഷ്ണുവിന് എന്ത് സംഭവിച്ചു? എങ്ങനെയാണ് വിഷ്ണുവിനെ കണ്ടെത്തിയത്? പുതുവത്സരാശംസകൾ. വിഷ്ണുവിനെ കാണാതായതിൽ മറ്റു ദുരൂഹതകളൊന്നും തന്നെ ഇല്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. വിഷ്ണു ചില സ്വകാര്യ ആവശ്യങ്ങൾ അല്ലെങ്കിൽ വ്യക്തിപരമായ കാരണങ്ങളാൽ മാറി നിൽക്കുകയായിരുന്നു, വീട്ടിലേക്ക് വരാതെ എന്നുകൂടിയാണ് അന്വേഷണ സംഘം പറയുന്നത്. എങ്കിലും അത് ദിവസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് വിഷ്ണുവിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. പൂനെ സൈനിക ക്യാമ്പിലെ ഉദ്യോഗസ്ഥനാണ്. കഴിഞ്ഞ മാസം 17 മുതലാണ് വിഷ്ണുവിനെ കാണാതായത്. അതായത് ലീവിന് അപേക്ഷിച്ചിരുന്നു, ലീവ് സാങ്ഷനായി. പിന്നീട് വീട്ടിലേക്ക് വരുന്നു എന്ന വിവരം വീട്ടുകാരെ അറിയിക്കുകയും ചെയ്തിരുന്നു ഫോണിലൂടെ. പക്ഷെ എങ്ങനെയാണ് വരുന്നത്, ഏത് മാർഗമാണ് വരുന്നത് എന്നൊന്നും പറയുകയും ചെയ്തിരുന്നില്ല. തൊട്ടടുത്ത ദിവസം തന്നെ അമ്മയുടെ വാട്സപ്പിലേക്ക് ശബ്ദ സന്ദേശം അയക്കുകയും ചെയ്തിരുന്നു. അതിൽ പറഞ്ഞിരുന്നത് ഞാൻ കണ്ണൂരിലെത്തിയിട്ടുണ്ട്, ഉടനെ തന്നെ വീട്ടിലേക്ക് എത്തും എന്നതായിരുന്നു. പിന്നാലെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയി. അങ്ങനെ കുടുംബം വലിയ ആശങ്കയിലായിരുന്നു. തുടർന്ന് എലത്തൂർ പോലീസിൽ പരാതി നൽകി, ജനപ്രതിനിധികൾ മുഖേനയൊക്കെ പരാതി നൽകുകയാണ് ഉണ്ടായത്. പോലീസും സൈന്യവും ഒരേ സമയം അന്വേഷിക്കുകയായിരുന്നു. എലത്തൂരിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ, SI അടക്കം 3 ഉദ്യോഗസ്ഥർ പൂനെയിലേക്ക് പോയി. അവിടെ നിന്ന് അന്വേഷണം ആരംഭിച്ചു. പിന്നാലെ CCTV ദൃശ്യങ്ങളൊക്കെ ലഭ്യമായതിന്റെ അടിസ്ഥാനത്തിൽ മുംബൈയിലേക്കും അവിടെ നിന്ന് ബംഗളൂരുവിലേക്കും അന്വേഷണം നീളുകയാണ് ഉണ്ടായത്. അങ്ങനെ വിഷ്ണുവിനെ ഏതായാലും ഇന്നലെ രാത്രി ബംഗളൂരുവിൽ വെച്ച് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ മാസം 11-ന് വിഷ്ണുവിന്റെ കല്യാണവും നിശ്ചയിച്ചിരുന്നതാണ്. അതിന്റെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് അവധിക്ക് അപേക്ഷ നൽകുകയും ചെയ്തിരുന്നത്. ഏതായാലും ചില സ്വകാര്യ കാരണങ്ങളാൽ മാറി നിൽക്കുക മാത്രമാണ് ഉണ്ടായിരുന്നതാണ് വിഷ്ണു അന്വേഷണ സംഘത്തോട് പറഞ്ഞത്. നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. ശരി രാഹുൽ, എന്തായാലും ഈ ഒരു പുതുവർഷ ദിവസത്തിൽ വലിയ ആശ്വാസമുള്ള ഒരു വാർത്ത തന്നെയാണ്. കഴിഞ്ഞ മാസം കാണാതായ മലയാളി സൈനികനായ കോഴിക്കോട് എലത്തൂർ സ്വദേശിയായ വിഷ്ണുവിനെയാണ് ബംഗളൂരുവിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ മറ്റു ദുരൂഹതകളൊന്നുമില്ല എന്നുള്ളതാണ് പോലീസും വ്യക്തമാക്കുന്നത്. രാഹുൽ KV ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.